ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ നമ്മൾ ഇതുപോലെ വെറുതെ കളയുന്ന കാർഡ്ബോർഡ് ബോക്സ് ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി ടിപ്സാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി നമ്മൾ ഈ ബോക്സിൻ്റെ സൈഡുകൾ ഇതുപോലെ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെക്കുക. നന്നായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുക. വേണമെങ്കിൽ നമുക്കിത് സ്റ്റാപ്ലർ അടിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചും കൊടുക്കാം. പക്ഷേ ഞാനിതൊന്നും ചെയ്യുന്നില്ല. അതിനുശേഷം ഞാനൊരു ഒഴിവാക്കിയ ഒരു പഴയ ടീഷർട്ട് എടുത്തിട്ട് ഇതിനെ കവർ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ടീഷർട്ട് ഈ ബോക്സിന് കറക്റ്റായിട്ടുള്ള സൈസ് എടുക്കാൻ ശ്രദ്ധിക്കുക, എങ്കിലേ ഇത് നല്ല ടൈറ്റിൽ നിൽക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒട്ടിച്ച് കൊടുക്കേണ്ടി വരും. ഇതിപ്പോൾ നമ്മൾ ഒട്ടിക്കാതെ എങ്ങനെ ഈ ബോക്സിനെ കവർ ചെയ്യാമെന്നാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. കണ്ടില്ലേ, നന്നായിട്ട് നല്ല ടൈറ്റിൽ നിൽക്കുന്നുണ്ട് ടീഷർട്ട്. അതുകൊണ്ട് നമ്മൾ ഒട്ടിക്കേണ്ട ആവശ്യം വരുന്നില്ല. നല്ല വൃത്തിയായിട്ട് നിന്ന്. ഇനി എക്സ്ട്രാ ഭാഗങ്ങൾ ഉള്ളിലോട്ട് നമ്മളിങ്ങനെ തള്ളി കൊടുക്കുക. ഈ എക്സ്ട്രാ ഭാഗങ്ങൾ പുറത്തേക്ക് കാണില്ല. അതിൻ്റെ മേലെ നമ്മൾ ഒരു കാർഡ്ബോർഡ് പീസ് വെക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിത് പുറത്തേക്ക് വൃത്തികേടായി കാണത്തില്ല. അതിന് ശേഷം നമ്മളൊരു കാർഡ്ബോർഡ് പീസ് എടുക്കുകയാണ്. ഇതാ ഈ സൈസിലുള്ള ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കുക. അതിനുശേഷം ഞാനതൊരു കവറിലോട്ട് ഇട്ട് വെക്കുകയാണ്. കാരണം ഇതിൻ്റെ സ്റ്റെയിനോ കാര്യങ്ങളോ ഒന്നും ഡ്രസ്സിലേക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഒരു കവർ എടുത്തിട്ട് അതിന് ഉള്ളിൽ കാർഡ്ബോർഡ് പീസ് ഇട്ട് നന്നായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് നല്ല അമർത്തി ടൈറ്റാക്കി വെക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നല്ല വൃത്തിയായിട്ട് ആ ബോക്സ് നല്ല ഉള്ളിലുള്ള എക്സ്ട്രാ ഭാഗങ്ങളൊന്നും പുറത്തേക്ക് കാണാതെ തന്നെ നിൽക്കുന്നുണ്ട്. ഈ അടിഭാഗം വേണമെങ്കിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. എന്നിട്ട് നമ്മൾ ഈ ഓരോ ഡ്രസ്സുകളും നന്നായിട്ട് മടക്കി ഇതുപോലെ അടുക്കി വെക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളി ഒരു സ്റ്റോറേജ് ഓർഗനൈസർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഈ ഡ്രസ്സ് മാത്രമല്ല, നമുക്ക് ടോയ്സോ മറ്റെന്തും ഇതിൽ വെക്കാം. ഇങ്ങനൊരു ബോക്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് സാധനങ്ങളും ഇതിലേക്ക് വെക്കാൻ സാധിക്കും. ഇനി ഞാൻ ഇതുപോലെ വേറൊരു ബോക്സും ഉപയോഗിച്ചിട്ട് ഇതുപോലുള്ള ഒരു ബോക്സ് റെഡിയാക്കി എടുക്കാം. ഇതിലൊരു കുക്കറിൻ്റെ ഒഴിവായ ഒരു ബോക്സാണിത്. കുക്കർ വാങ്ങിയപ്പോൾ കിട്ടി. നമ്മളിതുപോലെ ഒഴിവാക്കുന്ന ബോക്സുകൾ ഉപയോഗിച്ചാൽ മതി. ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്യാം. വേണമെങ്കിൽ സ്റ്റാപ്ലർ അടിക്കാം. ഇവിടെ ഞാനതൊന്നും ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഇത് ചെയ്തിട്ടില്ലെങ്കിലും അത് ടീഷർട്ട് ഇടുമ്പോൾ വൃത്തിയായിട്ട് നിൽക്കും. ഇതേപോലെ ഒരു പഴയ ടീഷർട്ട് ഞാൻ ഈ ബോക്സും ഈ ടീഷർട്ട് കൊണ്ട് കവർ ചെയ്യാണ്. ഏത് ബോക്സ് എടുത്താലും ആ ടീഷർട്ടിൻ്റെ അളവ് അതിനോട് യോജിക്കുന്ന അളവ് എടുക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ടൈറ്റിൽ നിൽക്കില്ല. അപ്പോൾ നിങ്ങൾ ഒട്ടിച്ച് കൊടുക്കേണ്ടി വരും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒട്ടിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ ഇതെടുത്ത് വാഷ് ചെയ്യാം. ടീഷർട്ട് വീണ്ടും വാഷ് ചെയ്ത് വീണ്ടും ഇതേമാതിരി കവർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ടീഷർട്ട് ഇപ്പോൾ കവർ ചെയ്ത് കൊടുത്തു. ഇതിൻ്റെ അടിഭാഗം വേണമെങ്കിൽ ഒട്ടിക്കാം. ഒരു വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റും. അതിന് ശേഷം ഇതുപോലെ ഒരു ബുക്കോ അല്ലെങ്കിൽ കാർഡ്ബോർഡ് പീസോ ഏതെങ്കിലും ഒന്ന് ഉള്ളിലോട്ട് തള്ളി നല്ല വൃത്തിയാക്കി അമർത്തി വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഞാനിപ്പോൾ എൻ്റെ ഷോളുകളാണ് ഇതിലോട്ട് വെക്കുന്നത്. ഏത് ക്ലോത്ത്സും ആണെങ്കിലും ഇതുപോലെ നന്നായിട്ട് മടക്കി അടുക്കി വെക്കാൻ കഴിയും. ഇങ്ങനെയുള്ള ബോക്സിൽ ഇങ്ങനെ ഷോൾ അടുക്കി വെച്ച് കഴിഞ്ഞാൽ അത് വൃത്തിയായിട്ട് അവിടെ ഇരുന്നോളും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അറിയത്തില്ല. എന്നും അതേമാതിരി വൃത്തിയായിട്ട് തന്നെ നമുക്ക് വെക്കാൻ സാധിക്കും. അപ്പോൾ വേറെ ഒരു അടിപൊളി ബോക്സും കൂടെ റെഡിയായി. ഇനി നമുക്ക് ഈ ബോക്സ് നമ്മുടെ കബോർഡിൽ വെക്കാം. കണ്ടില്ലേ, എന്ത് വൃത്തിയായിട്ടാണ് അവിടെ ഇരിക്കുന്നത്.
അപ്പോൾ ഗായ്സ്, അടിപൊളിയായിട്ടുള്ള 3 സ്റ്റോറേജ് ബോക്സുകൾ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ത് ഭംഗിയല്ലേ കാണാൻ. ഇത് ശരിക്കും നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയ ബോക്സിൻ്റെ അതേപോലെ തന്നെ ഉണ്ടല്ലോ കാണാൻ. ഇനിയും ഇതുപോലുള്ള അടിപൊളി ടിപ്സുകൾ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.